ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പോകുന്നത് ഹുബ്ദെ എന്ന് പറയുന്നൊരു ചെറിയ ടൗണിലേക്കാണ്. ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അല്ലേ? നമ്മളൊരു ട്രെയിൻ യാത്ര, ഒരു 1.5 മണിക്കൂർ ട്രെയിൻ. അതെ, ഒരു 1.5 മണിക്കൂർ ട്രെയിൻ യാത്രയുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ പെട്ടെന്നെടുത്ത തീരുമാനം. കുറച്ച് ആളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ കുറച്ച് ദൂരത്തേക്ക് യാത്രയൊക്കെ പോകുന്നത്. പെട്ടെന്നെടുത്തൊരു തീരുമാനം കേട്ടോ. അതുകൊണ്ട് എന്തൊക്കെ കാണാനുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള നല്ലതെന്ന് തോന്നുന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അതെ, ഞങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ ട്രെയിനിൽ നിന്നുള്ള കുറച്ച് വീഡിയോകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണുക. ഓക്കെ, ട്രെയിൻ വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഷോപ്പിംഗ് എന്ന് പറയുന്നത് ചെറിയ ടൗണാണ്. ഫോൾ ഷോപ്പിംഗ് സെന്ററിലെത്തി നമ്മളിപ്പോൾ. ഇവിടുന്ന് നമുക്ക് ഗോതംബർഗ്, ഗോത്തബോറെ, അതുപോലെ തന്നെ ഹുഫ്തെ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കണക്ഷൻ ട്രെയിൻ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഫോൾ ഷോപ്പിങ്ങിൽ നിന്ന് നേരെ സ്കൂട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇവിടെ ഏകദേശം ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും ഒരു 10 മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ അവിടെ സ്കൂട്ടർ വരെ ഫോൾ ഷോപ്പിങ്ങിൽ നിന്ന്. നമ്മളെന്ന് പറയുക ട്രാവൽ ബ്ലോഗൊക്കെ ചുമ്മാ സിമ്പിൾ, എന്താ ഒരു തമാശ, സമയം പോക്ക് എന്തെങ്കിലും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പെട്ടെന്നുള്ളൊരു തീരുമാനമാണ്, എന്നാൽ വെറുതെ ഒന്ന് പുറത്ത് പോയേക്കാം, സ്കൗട്ട് വരെ ഒന്ന് പോവാം എന്നൊരു തീരുമാനത്തിൽ പോകുന്നതാണ്. നമ്മളതിനൊരു പ്രീ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രീ പ്ലാൻ ചെയ്തൊന്നും നടക്കാറില്ല, നമ്മൾ പ്രീ പ്ലാനിങ് എടുക്കാറില്ല. പെട്ടെന്നുള്ള തീരുമാനത്തിൽ പെട്ടെന്ന് തന്നെ നോക്കി ട്രെയിൻ എപ്പോഴുള്ള ഓക്കെ ടിക്കറ്റ് എടുത്തു, നേരെ ചാടി കയറി പോകുന്നു. പിന്നെ
എന്നാലും ഇതൊക്കെയുള്ളൊരു ഓർമ്മകളാണല്ലോ. നമ്മളിപ്പോൾ ഓരോ വീഡിയോ പിടിച്ചിട്ടാലും ഏതെങ്കിലും കാലത്ത് എന്താ പറയുക, നമുക്ക് ഓർമ്മകളായാൽ മറക്കാം. ഇവിടുന്ന് നമ്മുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, മലയാളി റെസ്റ്റോറൻ്റാണ്, മലയാളീസ് നടത്തുന്നതാണ്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചൊന്ന് കറങ്ങണം അല്ലേട്ടെ, കുറച്ചൊന്ന് കറങ്ങണം, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം, then തിരിച്ചു വേണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്കൗതയുടെ വിശേഷങ്ങൾ കാണാം. വാ. റെസ്റ്റോറൻറ്റിലേക്കുള്ള വഴി തപ്പി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്, നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. കുറച്ച് ഇടിയപ്പോൾ ഗ്രീൻ പീസ് കയറി കഴിച്ചതാണ്. ഇതൊരു മാളാണെന്ന് പറയുന്നത്. നമുക്കിപ്പോൾ അതിൻ്റെ അടുത്ത് കയറാൻ സമയമില്ലാത്തതുകൊണ്ട് വീണ്ടും യാത്ര തുടരുകയാണ്. ഇതാണ് സ്കൂബ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയുടെ മെയിൻ എൻട്രൻസ് ഏരിയയാണിത്. രണ്ട് ബിൽഡിംഗ് ആണ്. ഞങ്ങൾ ഹൂബ്ബയിൽ വന്നിട്ട് ഒരാളെ പരിചയപ്പെട്ടു. ആളുടെ പേര് വിഷ്ണു എന്നാണ്. വിഷ്ണു, എങ്ങനെ എത്ര ദിവസമായിടോ വന്നിട്ട്? ഇവിടെ വന്നിട്ട് ഇപ്പൊ 3 ആഴ്ച ആകുന്നതേ ഉള്ളൂ. എങ്ങനെയുണ്ട് വന്നതിന് ശേഷം ഒരു എക്സ്പീരിയൻസ്? ശേഷം ഒരു അന്തമൊന്നുമില്ല, റെഡിയായി വരുന്നതേ ഉള്ളൂ. എല്ലാം റെഡിയായി വരുന്നുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ, എല്ലാം നല്ല രീതിയിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിഷ്ണു വന്ന് ഫാമിലി ആയിട്ടല്ലോ വന്നത്? ഫാമിലി ആയിട്ട് വന്നല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഏത് കോഴ്സ് എടുത്തേക്കണോ? വൈഫ് മോളിക്കുലർ ബയോടെക്നോളജി. മോളിക്കുലർ ബയോടെക്നോളജി. ഈ കാണുന്നതെല്ലാം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിങ്ങുകൾ കേട്ടോ. യൂണിവേഴ്സിറ്റി ബിൽഡിങ്സ് ആണ് ഈ കാണുന്നതെല്ലാം. അങ്ങനെ ഞങ്ങളുടെ സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതാണ് സ്കൂബ ഇൻഡിസ്ക് റെസ്റ്റോറൻറ്റ്. മലയാളികൾ നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഒരാഗ്രഹത്തിന് പോകുന്നതാണ്. ഇനി നമുക്ക് കയറിയിട്ട് നോക്കാം എങ്ങനെയുണ്ട്, ഭക്ഷണം എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം നമുക്ക്. അത്യാവശ്യം വലിയ റെസ്റ്റോറൻ്റൊക്കെയാണ്. ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ സ്കൂബ യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. വൈഫ് മെനു ഒക്കെ നോക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സ്പെഷ്യൽ? എല്ലാം ഉണ്ടല്ലോ. നമ്മുടെ കേരള ഫുഡുകൾ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. നോർത്ത് ഇന്ത്യൻ ഫുഡുകളും ഉണ്ട്. മലയാളീസ് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ. എൻ്റെ ഓണർമാരും മലയാളീസാണ്. അതുപോലെ വർക്ക് ചെയ്യുന്നവരെല്ലാം മലയാളികൾ തന്നെയാണ്. നമ്മുടെ ഓൺ ഷോപ്പിങ്ങിനുള്ളവരും അതുപോലെ തന്നെ ഗോതമ്പറയിലുള്ളവർക്കൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ് ഇവിടെ. ഞങ്ങൾ കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ ടേസ്റ്റിനെ കുറിച്ചൊക്കെ പറയാം. സീഡിൽ വന്നിട്ട് രണ്ടാമത്തെ പ്രൈസാണ് നമ്മുടെ
കേരള ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു. ആദ്യമായിട്ട് നമ്മൾ പോയത് സ്റ്റോക്ക്ഹോമിലാണ്. ശരവണ ഭവനിൽ വന്ന് 1 വർഷം കഴിഞ്ഞിട്ട്. അതെ, ഇത്രമാത്രം കൊതിയായിരുന്നു നമുക്ക് കഴിക്കാൻ പോകാനായിട്ട്. നമ്മൾ ഫുഡ് ഉണ്ടാക്കണമെങ്കിലും നമുക്ക് നാട്ടിലെ മസാല ദോശ നമ്മുടെ പൊറോട്ടയൊക്കെ വളരെയധികം മിസ്സാകുന്നല്ലോ എന്നൊരു ഫീലിങ്സിലാണ് നമ്മൾ ആദ്യമായിട്ട് പോയത്. അതിനുശേഷം നമ്മൾ രണ്ടാമത് വരുന്നത് റെസ്റ്റോറൻ്റാണ്, എന്താ പറയുക, നമ്മുടെ ഫുഡ് ഇൻഡിസ്ക റെസ്റ്റോറൻറ്റ്. മലയാളീസാണ് ഇത് മാനേജ് ചെയ്യണത്. ഒരാഗ്രഹമാണല്ലോ ഭക്ഷണം കഴിക്കുക, നമ്മുടെ നാട്ടിലെ ഭക്ഷണം. അങ്ങനെയല്ല, എൻ്റെ ഭക്ഷണം കഴിച്ച് മടുത്തതിന് ശേഷം വേറെ ട്രൈ ചെയ്യണം. അങ്ങനെയൊന്നുമല്ലോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അതാണ് ഉദ്ദേശം, എനിക്കതറിയാം. നമ്മൾ അതിനെ കഴിക്കണല്ലോ, അതുകൊണ്ട് പറയുന്നില്ല. അതെ, നമുക്ക് നോക്കാം ഭക്ഷണം എങ്ങനെയുണ്ട്, അതിനുശേഷം റിവ്യൂ പറഞ്ഞു തരാം. അങ്ങനെ നമ്മുടെ മസാല ദോശ എത്തിയിരിക്കുകയാണ്. കഴിക്കുന്നു, കഴിച്ചു നോക്കി. എന്നുണ്ട് നല്ല നേടിയൊക്കെ രുചിയില്ല. സൂപ്പറാണോ? സാമ്പാർ വെള്ളം, ചമ്മന്തി വെള്ളം. ഉറക്കെ പറയണം. സാമ്പാർ വെള്ളം, ചമ്മന്തി വെള്ളം, 2 ചമ്മന്തി. എൻ്റെ പൊറോട്ടയും ബീഫ് കറി എത്തിയിരിക്കുകയാണ്. ബീഫ് കോക്കനട്ട് റോസ്റ്റാണ് ഞാൻ പറഞ്ഞേക്കണേ. കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല സോഫ്റ്റ് പൊറോട്ട. ബീഫ് കറി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഗ്രേവി നല്ല സൂപ്പറാണ്, നല്ല മല്ലിയിലേക്ക് ഇട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വയറ് നിറഞ്ഞു നാളുകൾക്ക് ശേഷം എന്താ പറയുക, നാട്ടിലെ ഫുഡ് കഴിച്ചതിൻ്റെ ഒരു ഫീലിങ്സ്. അടിപൊളി ഫുഡ്. നിങ്ങളെല്ലാവരും വന്ന് ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇവിടെയുള്ള മലയാളികൾക്ക് പറ്റുള്ളൂ, മീൻസ് ഇവിടെ അടുത്തുള്ള ഗോതമ്പരകയിൽ ഞാൻ ഷോപ്പിങ് കൂടുതലൊക്കെയുള്ള മലയാളികൾക്ക് വന്ന് ട്രൈ ചെയ്യാവുന്നൊരു സ്ഥലമാണ് അവിടെ. അത്യാവശ്യം നല്ല ഫുഡാണ് കേട്ടോ. പൊറോട്ടയൊക്കെ നല്ല ഭീകരമായ പൊറോട്ടയാണ്. ബീഫ് കറി, മസാല ദോശ, ചായ, റിച്ച് ഫുഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഒരു പ്രാവശ്യമെങ്കിലും. ഓക്കെ, ബൈ. ഞങ്ങളിനി അടുത്ത സ്ഥലം അന്വേഷിച്ച് പോവുകയാണ്. ഇതൊരു ഹോട്ടലാണ് കേട്ടോ, സ്കാൻഡിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഹോട്ടലാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹോട്ടലാണ്. ഇത് റെസ്റ്റോറൻറ്റ് ഏരിയാസ് ആണ്, ഫുള്ള് ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് പോലെ റെസ്റ്റോറൻറ്റ്സ്. ഇവിടെ ഇതൊക്കെ ഇത് അടച്ചേക്കുവാ. പാർക്കാണ് കാണുന്നത് കുട്ടികളുടെ. പബ്ബാണ്, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഓപ്പൺ ആവുള്ളൂ. നമ്മുടെ നാട്ടിലില്ലാത്തൊരു സംഭവം നമ്മുടെ നാട്ടിലുണ്ട്, ഉണ്ട്. പക്ഷെ ചെന്നൈയിലെ മുമ്പിലൊക്കെ പോകേണ്ടി വരും പബ്ബ്. ഇതൊക്കെ വൈകുന്നേരം. ഇത് ഒരു പ്രത്യേകത പറയാം, എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ബാറുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലില്ലാത്തൊരു സംവിധാനമാണ്, പക്ഷെ ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ബാർ ഉൾപ്പെടെയാണ് ഇവിടെ റെസ്റ്റോറൻറ്റുകളെല്ലാം പ്രവർത്തിക്കുന്നത്.
ആ കാണുന്ന ഒരു ചെറിയ ക്ലോക്കാട്ടോ, ചെറിയൊരു ക്ലോക്ക്. എനിക്ക് ആദ്യമേ കണ്ടപ്പോൾ മനസ്സിലായില്ല അതെന്താന്ന്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ക്ലോക്കാണെന്നുള്ളത്. കണ്ടോ ചെറിയൊരു ക്ലോക്ക്. അങ്ങനെ ഞങ്ങളുടെ കൂടുതലെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വന്നു, യൂണിവേഴ്സിറ്റിയൊക്കെ കണ്ടു, ഇവിടുത്തെ ഒരു സ്ക്വയർ കണ്ടു. പിന്നെ അത് കൂടാതെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ഫുഡ് കഴിക്കാൻ പറ്റി ഇല്ലേ? നാട്ടിലെ ഫുഡ് കഴിക്കാൻ പറ്റി. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. അതെ, മലയാളികൾ തന്നെ നടത്തുന്ന റെസ്റ്റോറൻ്റാണ്. അവർ തുടങ്ങിയിട്ട് ഇപ്പോൾ 4-5 മാസമായുള്ളൂ. പക്ഷെ എന്തായാലും നല്ല ഫുഡാണ് കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ഉള്ള, അതെ എക്സ്പീരിയൻസ് ഉള്ള ഷെഫ്മാരൊക്കെയാണ്. കണ്ടോ ഞങ്ങൾ പാഴ്സലും മേടിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഞങ്ങളിവിടെ ഞങ്ങളുടെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ എന്താ പറയുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോകൾ വീണ്ടും ഞങ്ങൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ബൈ.